നമസ്കാരം, ഞാൻ നിഷ. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രസിദ്ധമായ പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ടുനേർച്ച സമാപിച്ചു. അന്നദാനത്തിനായി 10,000 എത്തി. രാവിലെ ആരംഭിച്ച ഭക്ഷണ വിതരണം അവസാനിച്ചത് വൈകിട്ടോടെ. ചൊവ്വന്നൂരിൽ അപകടം. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വീട്ടുമതിലിൽ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരം. പരിക്കേറ്റവർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ ചികിത്സയിൽ. പഴഞ്ഞി ചിറക്കലിൽ മത്സ്യവിൽപ്പനക്കാർ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് കുത്തേറ്റു. പൊന്നാനി സ്വദേശി 55 വയസ്സുള്ള ഷുക്കൂറിനാണ് കുത്തേറ്റത്. പോലീസ് അന്വേഷണം തുടങ്ങി. കടവല്ലൂരിലെ പാടശേഖരങ്ങളിൽ 2ാം വിളയായ മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 350 ഹെക്ടർ പാടത്ത് കൃഷിവകുപ്പ് സൗജന്യമായി വിതരണം ചെയ്ത ഉമാവിത്താണ് ഇത്തവണ കൃഷിയിറക്കുക. വിശദമായ വാർത്തയിലേക്ക്. 4 ദിവസങ്ങളിലായി പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ നടന്നു വന്നിരുന്ന ജാറം ആണ്ടുനേർച്ചയ്ക്ക് സമാപനമായി. വിവിധ ദിവസങ്ങളിലായി നടന്ന വൈവിധ്യമാർന്ന പരിപാടികളിൽ ആയിരങ്ങളാണ് പങ്കാളികളായത്. പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ 114ാമത് ആണ്ടുനേർച്ചയാണ് ആഗസ്റ്റ് 29, 30, 31, സെപ്റ്റംബർ 1 എന്നീ ദിവസങ്ങളിൽ വിപുലമായി ആഘോഷിച്ചത്. സമൂഹ സിയാറത്ത്, ഖത്തമുൽ ഖുർആൻ, ഉദ്ഘാടന സമ്മേളനം, സന്നദ്ദാനം, സാംസ്കാരിക സമ്മേളനം, അനുസ്മരണ സമ്മേളനം, സ്വലാത്ത് മജ്ലിസ്, അന്നദാനം, കൂട്ടപ്രാർത്ഥന എന്നിവയാണ് 4 ദിവസങ്ങളിലായി പുത്തൻപള്ളിയിൽ നടത്തിയത്. സമാപന ദിവസമായ ഞായറാഴ്ച കാലത്ത് 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നേർച്ചച്ചോറ് വിതരണം നടത്തി. മഹല്ല് ഖത്തീബ് ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി നേർച്ചച്ചോറ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പെരുമ്പടപ്പ് SHO ഇൻചാർജ് DD ഡേവിസിന്റെ നേതൃത്വത്തിൽ പൊന്നാനി SHO അബ്ദുൾ ജലീൽ, പെരുമ്പടപ്പ്, മലപ്പുറം, കൊണ്ടോട്ടി, ചങ്ങരംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള 40ഓളം പോലീസ് കർമ്മസേനാംഗങ്ങൾ സ്ഥലത്ത് സുരക്ഷയ്ക്കായി പ്രവർത്തിച്ചിരുന്നു. പൊന്നാനി അഗ്നിശമന സേനാംഗങ്ങളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. പ്രസിഡന്റ് AK റൌഫ്, ജനറൽ സെക്രട്ടറി സൈനു തെക്കേപ്പുറം, ട്രഷറർ അമീൻ പുളിയഞ്ഞാലിൽ, ഭാരവാഹികളായ കഫീൽ പുത്തമ്പള്ളി, C ഷാജഹാൻ, റഹീം പെരുമ്പുങ്കാട്ടിൽ, ഷമീം കൊമത്ത്, നൌഷാദ് കുന്നനയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറം ആൻഡ് ഹോസ്പിറ്റൽ പരിപാലന കമ്മിറ്റി പരിപാടികൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് 8 മണിക്ക് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുക്കാരി തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ സമാപന കൂട്ടപ്രാർത്ഥനയോടെ ഈ വർഷത്തെ ആണ്ടുനേർച്ചയ്ക്ക് സമാപനമായി. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം. പെരുമ്പടപ്പ് നേർച്ചയുടെ പ്രധാന ഭാഗമായ അന്നദാനത്തിന് ആയിരങ്ങളെത്തി. രാവിലെ മുതൽ തന്നെ ഭക്ഷണം വാങ്ങാനായി നിരവധി പേരാണ് എത്തിയത്. രാവിലെ 7 മണിക്ക് മഹല്ല് ഖത്തീബ് ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി നേർച്ചച്ചോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 40 അടുപ്പുകളിലായി 1000 ചാക്കരിയുടെ ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. പാകം ചെയ്യുന്നതിനായി 100ഓളം പാചക തൊഴിലാളികളും 500-ൽ പരം വളണ്ടിയർമാരും രംഗത്തുണ്ട്. ഹിഫുൾ ഖുർആൻ കോളേജിലെ 4 ക്ലാസ് മുറികളിലായിരുന്നു പാകം ചെയ്ത ഭക്ഷണം എത്തിച്ച് തുടർച്ചയായി വിതരണം ചെയ്തത്. മഹല്ല് നിവാസികൾക്കായി കൂപ്പൺ സംവിധാനത്തോടുകൂടി പ്രത്യേക വരിയും സ്ത്രീകൾക്കായി പ്രത്യേക വരിയും കമ്മിറ്റി ഭാരവാഹികൾ ഒരുക്കിയിരുന്നു. വരിയിൽ നിൽക്കുന്ന അവസാന ആൾക്കും ഭക്ഷണം കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വിതരണം അവസാനിപ്പിച്ചത്. ശനിയാഴ്ച രാത്രി 12 മണിക്ക് ആരംഭിച്ച ഭക്ഷണ വിതരണത്തിനായി കുറ്റമറ്റ ഒരുക്കങ്ങളാണ് നടത്തിയതെന്ന് ഈ വിഭാഗത്തിന്റെ ചുമതല വഹിച്ച മുഹമ്മദ് ഇല്ലത്ത്, CP റഷീദ് എന്നിവർ പറഞ്ഞു. ഈ വർഷത്തെ പുത്തൻപള്ളി ആണ്ടുനേർച്ചയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും നടത്തി വരാറുള്ള ഭക്ഷണ വിതരണം, അതിൻ്റെ ഒരുക്കമെന്ന രീതിയിൽ വളരെ വിപുലമായിക്കൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞങ്ങളാണ് ഈ പരിപാടി ഫുഡിൻ്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട്, ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്നത്. പെരുമ്പടപ്പ് SHO ഇൻചാർജ് CD ഡേവിസ്, പൊന്നാനി SHO അബ്ദുൾ ജലീൽ എന്നിവരുടെ നേതൃത്വത്തിൽ പെരുമ്പടപ്പ്, മലപ്പുറം, കൊണ്ടോട്ടി, ചങ്ങരംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള 40ഓളം പോലീസ് കർമ്മസേനാംഗങ്ങളെ സ്ഥലത്ത് സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നു. 4ാമത്തെ ദിവസത്തിലേക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്നദാനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നതും ഇന്നലെ രാത്രി മുതൽ ഇവിടുത്തെ തൊഴിലാളികളും അതുപോലെ തന്നെ അത് കൂടാതെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ ഈ നാട്ടുകാരുമായിട്ടുള്ള അപാലവൃദ്ധം ജനങ്ങളാണ്. അപ്പോൾ ജാതിഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി വർഷങ്ങളോളം ആണ്ടുനേർച്ച ഇത്തരത്തിലാണ് നടക്കുന്നത്. അവസാനം വരുന്ന ഒരാൾ വരെ അവർക്ക് വരെ ഭക്ഷണം കൊടുത്തു എന്നുള്ള ഉറപ്പോടുകൂടിയ സമാപനം ചെയ്ത് ഖലീൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിലുള്ള കൂട്ടപ്രാർത്ഥനയോട് കൂടിയിട്ട് സമാപനം കുറിക്കും. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം. പെരുമ്പടപ്പ് നേർച്ച ഭക്ഷണം വാങ്ങാൻ എത്തിയവർക്ക് മാർഗനിർദ്ദേശവുമായി തുടർച്ചയായി 22 വർഷത്തിലും പെരുമ്പടപ്പ് സ്വദേശി അലി കുന്നംപുള്ളി. ഭക്ഷണം വാങ്ങാൻ നിൽക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം വാങ്ങാനുള്ള സൗകര്യം വളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കേണ്ടതാണ്.
പുത്തൻപള്ളി ഹോസ്പിറ്റൽ ജീവനക്കാരൻ കൂടിയായ അലി മൈക്കിലൂടെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വിളിച്ചറിയിച്ച് ഭക്ഷണം വാങ്ങാനെത്തുന്നവർക്കും പാകം ചെയ്യുന്നവർക്കും മാർഗനിർദ്ദേശം നൽകിയാണ് ശ്രദ്ധേയനാകുന്നത്. പാചകപ്പുരയുടെ ഒരു മൂലയിലാണ് ഇരിപ്പെങ്കിലും ശ്രദ്ധ വിതരണ കേന്ദ്രത്തിലാകെ ഉണ്ടാകും. വിതരണമുറിയിൽ ഭക്ഷണം തീർന്നാൽ എത്തിച്ചു കൊടുക്കുവാനും ഭക്ഷണം കൊണ്ടുവരുന്നവർക്ക് വഴിയൊരുക്കുവാനും കഴുകിയ അരി അടുപ്പിന് മുകളിലെ ചെമ്പുകളിലേക്ക് എത്തിക്കുവാനും തൊഴിലാളികൾക്ക് ആവശ്യമായ വെള്ളം എത്തിച്ചു കൊടുക്കുവാനും പ്രധാന പങ്ക് വഹിക്കുന്നത് അലി കുന്നംപള്ളിയുടെ മൈക്കിലെ സ്പെഷ്യൽ അനൗൺസ്മെന്റാണ്. ശനിയാഴ്ച രാത്രി ആദ്യ അടുപ്പിൽ തീ കത്തിച്ചതു മുതൽ തീരുന്നതുവരെ കർമ്മനിരതനായി ഇദ്ദേഹം ഇവിടെയുണ്ട്. കിട്ടുന്ന ചെറിയ പ്രതിഫലത്തേക്കാൾ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരെ സേവിക്കുവാനുള്ള അവസരമായിട്ടാണ് തന്റെ സേവനത്തെ കാണുന്നതെന്ന് അലി കുന്നംപള്ളി പറഞ്ഞു. 2 വർഷമായിട്ട് ഞാൻ ഈ മഹത്തായ പരിപാടിയുടെ അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 24 മണിക്കൂർ രാത്രി 9 മണി മുതൽ പിറ്റന്നാൾ 9 മണി വരെ ഞാൻ ഈ അനൗൺസ്മെന്റ് ചെയ്യും. പ്രത്യേകിച്ച് ഇതിനൊരു വേതനം കണക്കാക്കിയിട്ടല്ല, ഇവിടുത്തെ വലിയൻ്റെ ഈ കറാമത്ത് കൊണ്ടും സർവശക്തനായ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടുമാണ് എനിക്കിത് പറയാൻ കഴിയുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ. CCTV ന്യൂസ് പൊന്നിയൂർക്കുളം. മറ്റു വാർത്തകളിലേക്ക്. പഴഞ്ഞി ചിറക്കലിൽ മത്സ്യവില്പനക്കാർ തമ്മിൽ സംഘർഷം, ഒരാളെ കുത്തി പരിക്കേൽപ്പിച്ചു. പൊന്നാനി സ്വദേശി 55 വയസ്സുള്ള ഷുക്കൂറിനാണ് കുത്തേറ്റത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ചിറക്കൽ സെന്ററിൽ മത്സ്യവില്പന നടത്തുന്ന ഷെഫ്ജീറും ഷുക്കൂറും തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു. ഇതിനിടെ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് ഷുക്കൂറിനെ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നു. നെഞ്ചിന് കുത്തേറ്റ ഷുക്കൂർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വീട്ടുമതിലിൽ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് സ്വദേശികളായ തസ്ലീന, ജസീറ, മനാഫ്, സാജിദ, ഓട്ടോ ഡ്രൈവർ ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്നും യാത്രക്കാരുമായി മരത്തങ്കോട്ടേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ തെറ്റായ ദിശയിൽ വന്ന കാറിനെ കണ്ട് വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞു വീണാണ് 5 പേർക്കും പരിക്കേറ്റത്. പരിക്കേറ്റവരെ മരത്തങ്കോട് അല്ലമീൻ ആംബുലൻസ് പ്രവർത്തകർ, ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് സാരമായി പരിക്കേൽക്കുകയും ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായി തകരുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. ചാവക്കാട് കൂലിത്തൊഴിലാളിയായ തമിഴ്നാട് സ്വദേശിയെ ദേഹോപദ്രവമേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മണത്തല ചെങ്കോട്ട സ്വദേശി കുരിക്കലകത്ത് അലവി മകൻ 36 വയസ്സുള്ള ഹാരിസിനെയാണ് ചാവക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് ഗൂഡല്ലൂർ സ്വദേശി പഴനിക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ഓഗസ്റ്റ് 26-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പഴയ പാലത്തിന് സമീപത്ത് വെച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും തുടർന്ന് പ്രതി പഴനിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നു. പരിക്കേറ്റ പഴനി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ASI അൻവർ സാദത്ത്, ഹംദ്, മെൽവിൻ, വിനീത് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാവക്കാട് മത്സ്യ സമുദ്ര വൈജ്ഞാനിക കേന്ദ്രം നവംബറിൽ തുടങ്ങും. കുഫോസിൽ വൈസ് ചാൻസലർ ഡോക്ടർ ടി പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. NK അക്ബർ MLAയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ശ്രീകുമാർ ഉണ്ണിത്താൻ, ആന്റണി ശീലൻ എന്നീ ഗവേണിംഗ് കൌൺസിൽ അംഗങ്ങൾക്ക് പുറമെ കുഫോസ്, കേരള ഫിഷറീസ് വകുപ്പ്, ചാവക്കാട് മുനിസിപ്പാലിറ്റി, ഫിഷറീസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. മറൈൻ എഞ്ചിൻ റിപ്പയറിംഗും പരിപാലനവും, അക്വേറിയം നിർമ്മാണവും പരിപാലനവും, മത്സ്യ സംസ്കരണവും മൂല്യവർദ്ധനവും, മൂറിംഗ് ക്രൂ ആൻഡ് ലസ്കർ, സീ റെസ്ക്യൂ ഓപ്പറേഷൻ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്ന കോഴ്സുകൾ. തൊഴിൽ സാധ്യത മുൻനിർത്തി സാങ്കേതിക പരിജ്ഞാനവും നൈപുണ്യവും പകർന്നു നൽകുക എന്നതാണ് കോഴ്സുകളുടെ ലക്ഷ്യമെന്ന് ഡോക്ടർ ടി പ്രദീപ് കുമാർ പറഞ്ഞു. കേരളത്തിലെ യുവതീ യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാനുള്ള വേദി ഒരുക്കുക എന്നതാണ് വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് NK അക്ബർ MLA കൂട്ടിച്ചേർത്തു. കോഴ്സുകളുടെ നടത്തിപ്പിനായി വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ലിമിറ്റഡുമായും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് ഗോവയുമായും ധാരണാപത്രത്തിൽ ഒപ്പിടാനും തീരുമാനിച്ചു. എക്സ്റ്റൻഷൻ ഡയറക്ടർ ഡോക്ടർ MK സജീവൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കുഫോസ് രജിസ്ട്രാർ ഡോക്ടർ K ദിനേശ് നന്ദി പറഞ്ഞു. CCTV ന്യൂസ് ചാവക്കാട്. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ KJ ബേബി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. വയനാട് ചീങ്ങോട്ടെ നടവയലിലെ വീടിനോട് ചേർന്ന കളരിയിൽ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നാടക കലാകാരൻ, സാഹിത്യകാരൻ, ബദൽ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലയിലെല്ലാം സ്വന്തം ഇടപെടലുകൾ അടയാളപ്പെടുത്തിയിരുന്ന ബേബി വയനാട്ടിലെ ആദിവാസി വിദ്യാർത്ഥികളുടെ ബദൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്നു.
മാവേലി മന്റം എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും മുട്ടത്തുവർക്കി അവാർഡും ലഭിച്ചിരുന്നു. ചാവക്കാട് കടവരാന്തയിൽ അവശനിലയിൽ കണ്ടെത്തിയ നാടോടി സ്ത്രീ മരിച്ചു. ഏകദേശം 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന തമിഴ് നാടോടി സ്ത്രീ സെൽവിയാണ് മരിച്ചത്. രാവിലെ പൊന്നറ ജ്വല്ലറിക്ക് സമീപമാണ് ഇവരെ അവശനിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവരെക്കുറിച്ച് വിവരമറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 94 97 98 71 35 04 872 50 73 52 എന്നീ നമ്പറുകളിലോ അറിയിക്കുക. പൊന്നാനി കർമ്മ റോഡിൽ ഹോട്ടലിൽ തീപിടുത്തം, ആളപായമില്ല. അടുത്തിടെ ഉദ്ഘാടനം കഴിഞ്ഞ തമറിന്ദ് എന്ന ഹോട്ടലാണ് ഞായറാഴ്ച പുലർച്ചെയോടെ പൂർണ്ണമായും കത്തിനശിച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. ഓല കൊണ്ടും മുള കൊണ്ടും നിർമ്മിച്ചതായതിനാൽ തീ ആളിപ്പടരുകയായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. പൊന്നാനി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീയണച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അടുത്ത ഞായറാഴ്ച റെക്കോർഡ് വിവാഹം നടക്കും. ഇതുവരെ 318 വിവാഹങ്ങളാണ് അടുത്ത ആഴ്ചത്തേക്ക് ഷീട്ടാക്കിയിട്ടുള്ളത്. ഞായറാഴ്ച വരെ ഷീട്ടാക്കാൻ സൗകര്യമുണ്ട്. ചിങ്ങമാസത്തിലെ മുഹൂർത്തമുള്ള ദിവസമായതാണ് വിവാഹ തിരക്കേറാൻ കാരണം. ക്ഷേത്രത്തിൽ 277 വിവാഹങ്ങൾ നടന്നതാണ് നിലവിലെ റെക്കോർഡ്. പഴഞ്ഞി ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ഉപജില്ലാ ഹോക്കി മത്സരത്തിൽ ആൺകുട്ടികളുടെ സീനിയർ വിഭാഗത്തിൽ കുന്നംകുളം ഉപജില്ലാ ടീം ജേതാക്കളായി. ഇരിങ്ങാലക്കുട ഉപജില്ലയെയാണ് തോൽപ്പിച്ചത്. ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിൽ ഇരിങ്ങാലക്കുട ഉപജില്ല ജേതാക്കളായി. കുന്നംകുളം ഉപജില്ലയാണ് ഈ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയത്. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സീനിയർ ജൂനിയർ വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ഉപജില്ല ജേതാക്കളായി. ലൈംഗിക ആരോപണത്തിന് വിധേയനാവുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നടനും MLA-യുമായ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ നിന്നാരംഭിച്ച പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് പ്രവർത്തകർ മുകേഷിന്റെ കോലം കത്തിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, വൈസ് പ്രസിഡന്റ് യദുകൃഷ്ണൻ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി AA ഉസ്മാൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, പഞ്ചായത്ത് മെമ്പർ MC ഐജു എന്നിവർ സംസാരിച്ചു. ഫ്രിജോ വടക്കൂട്ട്, MM നിഷാദ്, ശ്യാംജി ചിറ്റണ്ട, നിധിൻ, റാഫേൽ, രാഹുൽ കരിയന്നൂർ, സതീഷ് എടമന, AU മനാഫ്, സനീഷ് വർഗീസ്, ബിജു താണിക്കൽ എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് NSS യൂണിറ്റ് സ്ത്രീകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ സൈലന്റ് മാർച്ച് സംഘടിപ്പിച്ചു. അൻസാർ വിമൻസ് കോളേജ് ക്യാമ്പസിൽ നിന്ന് ആരംഭിച്ച് പെരുമ്പിലാവ് സെന്റർ വരെ പോസ്റ്ററുകളും ബാനറുകളും ഉയർത്തിപ്പിടിച്ചായിരുന്നു മാർച്ച്. അധ്യാപകരായ അശ്വതി VA, ഗ്രീഷ്മ, രവീന്ദ്രൻ, സജിത, NSS വളണ്ടിയർമാരായ നന്ദന PN, സയന P, ഹനാൻ എന്നിവർ നേതൃത്വം നൽകി. വാഗ കാക്കത്തുരുത്തി നെല്ലുൽപാദക സമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം നിർവഹിച്ച യോഗത്തിൽ എളവള്ളി കൃഷി ഓഫീസർ രാകേഷ് മുഖ്യാതിഥിയായി. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനഷ്ടം, വളത്തിന്റെയും കീടനാശിനികളുടെയും അമിത വിലകയറ്റം, നെൽവില സമയത്ത് ലഭിക്കായിക തുടങ്ങിയ കാര്യങ്ങളിൽ കർഷകർ ആശങ്ക അറിയിച്ചു. P ശിവശങ്കരൻ പ്രസിഡന്റ്, PP മോഹനൻ സെക്രട്ടറി, KP സണ്ണി ജനറൽ കൺവീനർ, T ബാലചന്ദ്രൻ വൈസ് പ്രസിഡന്റ് എന്നിവർ ഭാരവാഹികളായി. 2024-25 വർഷത്തെ 15-അംഗ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. സെപ്റ്റംബർ 20-ന് ഞാറ്റടി തയ്യാറാക്കി ഒക്ടോബർ 15 മുതൽ ഉമാവിത്ത് നടിയിലിനും തീരുമാനിച്ചു. എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ചു. 2025 ഏപ്രിൽ 23 മുതൽ മെയ് 3 നവീകരണ കലശം നടക്കുന്നത്. തന്ത്രിരത്നം ആലംകോട് കക്കാട് വാസുദേവൻ നമ്പൂതിരിയാണ് മുഖ്യകാർമ്മികൻ. 2025 ഏപ്രിൽ 30 പുനർപ്രതിഷ്ഠ. 121-അംഗ സംഘാടക സമിതിയുടെ ചെയർമാനായി കോഴിക്കോട്ടിൽ ശങ്കരൻകുട്ടി നായരെയും കൺവീനറായി വെളുത്താർ വീട്ടിൽ ശിവശങ്കരനെയും ജോയിന്റ് കൺവീനറായി കക്കാട്ട് ഗോവിന്ദൻകുട്ടിയെയും തെരഞ്ഞെടുത്തു. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്ര ഊരാളൻ കൊട്ടിലിങ്ങൽ ബാലകൃഷ്ണൻ നമ്പ്യാർ, നെല്ലുവായ് ധന്നന്തൂരി ആയുർവേദ ഭവൻ ഡയറക്ടർ ഡോക്ടർ ശ്രീകൃഷ്ണൻ, ജ്യോതിഷി ആമയൂർ വേണുഗോപാല പണിക്കർ, തച്ചുശാസ്ത്ര വിദഗ്ധൻ വേഴപ്പറമ്പ് വാസുദേവൻ നമ്പൂതിരി, കാലടി കൃഷ്ണമണി സ്വാമി കോയമ്പത്തൂർ, ചെറുകാലടി വേലായുധൻ നായർ ബാംഗ്ലൂർ, ശേഖരത്ത് സുന്ദരൻ നായർ എന്നിവരാണ് മുഖ്യരക്ഷാധികാരികൾ. CCTV ന്യൂസ് എരുമപ്പെട്ടി. കടവല്ലൂർ പഞ്ചായത്തിൽ സൗജന്യ ഉദര രോഗനിർണയ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മലയാള മനോരമയും
പറവട്ടാനി ജെം ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെയും സഹകരണത്തോടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ക്യാമ്പ് നടത്തിയത്. ജനറൽ സർജൻ ഡോക്ടർ വെങ്കിട്ട് സിദ്ധാർത്ഥ്, ഫിസിഷ്യൻ ഡോക്ടർ നവീന പ്രിൻസ് ചാണ്ടി എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് തുടർ പരിശോധന ആവശ്യമെങ്കിൽ സൗജന്യ അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യം ആശുപത്രി നൽകും. ഹെൽത്ത് ചെക്കപ്പിനും ഉദര സംബന്ധമായ ശസ്ത്രക്രിയകൾ, എൻഡോസ്കോപ്പി, പിത്തസഞ്ചി, അന്നനാളം, ചെറുകുടൽ, വൻകുടൽ, പാൻക്രിയാസ്, ലിവർ, സ്തനം തുടങ്ങിയവയ്ക്കുള്ള ശസ്ത്രക്രിയകൾ എന്നിവയ്ക്ക് 25% കിഴിവും ലഭിക്കുന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു. കടവല്ലൂരിലെ പാടശേഖരങ്ങളിൽ രണ്ടാം വിളയായ മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 350 ഹെക്ടർ പാടത്ത് കൃഷിവകുപ്പ് സൗജന്യമായി വിതരണം ചെയ്ത ഉമാവിത്താണ് ഇത്തവണ കൃഷി ഇറക്കുക. നിലം ഉഴുതുമറിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത്. ഞാറുകൾ തയ്യാറാക്കുന്നതിനുള്ള ഞാറ്റടികളും ഒരുക്കിയിട്ടുണ്ട്. 3 തവണയെങ്കിലും നിലം ഉഴുതുമറിച്ച ശേഷമാണ് നടീൽ നടത്തുക. അതിനു മുൻപ് കുമ്മായം വിതറി മണ്ണിന്റെ അമ്ലാംശം കുറയ്ക്കും. ഇതിനാവശ്യമായ കുമ്മായം കടവല്ലൂർ സഹകരണ ബാങ്ക് വഴി വിതരണം തുടങ്ങിയിട്ടുണ്ട്. കൃഷി വകുപ്പ് നൽകുന്ന 75% സബ്സിഡി നിരക്കിലാണ് കുമ്മായം കർഷകർക്ക് ലഭിക്കുന്നത്. ഓഗസ്റ്റ് അവസാനത്തോടെ ലഭിക്കേണ്ട മഴ ഇപ്പോഴും തുടരുന്നത് ഒരുക്കങ്ങളുടെ വേഗം കുറച്ചിട്ടുണ്ട്. ഞാറ്റടിയിൽ വിത്ത് വിതച്ചതിനു ശേഷം ശക്തമായ മഴയുണ്ടായാൽ വിത്ത് താഴ്ന്നുപോയി നശിക്കും. ഈ ആശങ്കയിൽ പലരും വിത്ത് വിതച്ചിട്ടില്ല. ഒരുക്കങ്ങൾ നീളുംതോറും വിളവെടുക്കുന്നത് വൈകും. വേനൽ കടുക്കും വരെ കൃഷി നീണ്ടാൽ വരൾച്ച മൂലമുള്ള കൃഷിനാശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴ കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. അടുത്തിടെ നിർമ്മിച്ച വരമ്പുകൾ മഴയത്ത് ഒലിച്ചുപോയി. ഞാറ്റടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പ്രതിസന്ധിയാണ്. കൃഷിച്ചെലവുകൾ ദിനംപ്രതി കൂടി വരികയാണെന്ന് കർഷകർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം ശക്തമായതോടെ പാടത്തെ പണികളുടെ ക്രമം താളം തെറ്റി. കാലാവസ്ഥാ കെടുതികൾ മൂലം ചെയ്ത പണി വീണ്ടും ചെയ്യേണ്ട അവസ്ഥയുമുണ്ട്. ഇതെല്ലാമാണ് ചെലവ് വർദ്ധിക്കാനുള്ള കാരണം. ഒരേക്കർ ഉഴുതുമറിക്കാൻ മാത്രം 5000 രൂപയോളമാണ് ചിലവ്. നടീലിന് 6000 രൂപ വരെ ചെലവുണ്ട്. വിദഗ്ധ തൊഴിലാളികളെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെയും. വളം, കീടനാശിനി, കൂലി തുടങ്ങിയ ചെലവുകളിലും വർധനയുണ്ടായി. ഒരേക്കറിന് 40,000 രൂപ വരെയാണ് മുണ്ടകന് ചെലവ്. വരമ്പ് നിർമ്മിക്കാനുള്ള യന്ത്രം എത്തിക്കാൻ കരിക്കാട് പാടശേഖര സമിതി ശ്രമിക്കുന്നുണ്ട്. ഇത് എത്രമാത്രം ഫലവത്താകുമെന്ന് ഉറപ്പില്ല. പാടശേഖരത്തിൽ യന്ത്രം കൊണ്ടുവന്ന് പ്രവർത്തിപ്പിച്ചു കാണിക്കാൻ അധികൃതർ തയ്യാറായിട്ടുണ്ടെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നു. പദ്ധതി വിജയിച്ചാൽ പണികളുടെ വേഗം കൂടാൻ ഉപകരിക്കും. നടീൽ യന്ത്രം എത്തിക്കാനും ചില പാടശേഖരങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. വിവാഹ ചെലവ് ലഘൂകരിച്ച് സമാഹരിച്ച 2 ലക്ഷം രൂപ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകി നവദമ്പതികൾ മാതൃകയായി. വെള്ളാറ്റഞ്ഞൂർ അരീക്കര തെക്കേ പുഷ്പകത്ത് അജയ് നാരായണനും ആദൂർ പാലക്കോട്ട് തേക്കുമ്പ്ര വീട്ടിൽ വിദ്യയുമാണ് തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. പണം സംഭാവന ചെയ്ത രസീത് വിവാഹവേദിയിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് കൈമാറി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് ഞായറാഴ്ച തുടക്കമായി. രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം മാത്യൂസ് മോർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയും അനുഗ്രഹ സന്ദേശവും നൽകി. വനിതാ സമാജം പ്രവർത്തകരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള ചിപ്സ് വിൽപ്പനയുടെ ആദ്യ വിതരണവും മെത്രാപ്പൊലീത്ത നടത്തി. ധൂപപ്രാർത്ഥനയും സ്ലീബ വണക്കവും സ്നേഹവിരുന്നും ഉണ്ടായി. വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ഗാനശുശ്രൂഷയും 42ാമത് 8 നോമ്പ് സുവിശേഷ യോഗത്തിൽ ഫാദർ ജേക്കബ് മഞ്ഞളി വചന സന്ദേശം നൽകും. 8 ദിവസം തുടർച്ചയായി നടക്കുന്ന പ്രാർത്ഥന ഗോപുരത്തിനും തുടക്കമായി. തുടർ ദിവസങ്ങളിൽ കുർബാന, ധ്യാനയോഗം, മുട്ടുകുത്തൽ വഴിപാട്, 8 നോമ്പ് റാസ, സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. തിങ്കളാഴ്ച രാവിലെ ഫാദർ ബേസിൽ കൊല്ലാർമാലി കുർബാന അർപ്പിക്കും. പകൽ ധ്യാനയോഗം ഫാദർ ജോമോൻ ജോസഫ് നയിക്കും. രാത്രി യോഗത്തിൽ ഫാദർ പൗലോസ് പാറേക്കര കോർ എപ്പിസ്കോപ്പ വചന പ്രഘോഷണം നടത്തും. പെരുന്നാൾ 8-ാം തീയതി സമാപിക്കും. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി സിയു ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനം മാത്യൂസ് മോർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. പള്ളി സ്ഥാപിച്ച യൂയാക്കിം മോർ കൂറിലോസ് ബാവയുടെ 180ാമത് ഓർമ്മയും ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാവയുടെ 28ാമത് ഓർമ്മയും വൈദികരായ ഫാദർ എം ജോബ്, ഫാദർ ജെയിംസ് ഡേവിഡ് എന്നിവരുടെ ഓർമ്മയിലായിരുന്നു അനുസ്മരണ ചടങ്ങുകൾ. ശ്രേഷ്ഠ ആചാര്യന്മാരുടെ വിശ്വാസം, ആത്മീയ വളർച്ച, ജീവിത രീതികൾ എന്നിവയെല്ലാം വിശ്വാസികൾ മാതൃകയാക്കേണ്ടതാണെന്ന് മോർ തിമോത്തിയോസ് മെത്രോപ്പൊലീത്ത പറഞ്ഞു. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിജയിച്ച ഇടവകാംഗം ലിജോ ജോൺസണ് മെത്രോപ്പൊലീത്ത ഉപഹാരം നൽകി അഭിനന്ദിച്ചു. വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ അധ്യക്ഷനായി. ജോസഫ് ചാലിശ്ശേരി, തമ്പി കൊളന്നൂർ,
ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, CV ഷാബു, തോംസൺ K വർഗീസ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണം, ശേഷം ഫാദർ തോമസ് പോൾ റമ്പാൻ പെരുന്നാൾ കൊടിയേറ്റം നിർവഹിച്ചു. സെപ്റ്റംബർ 7, 8 തീയതികളിലായാണ് പെരുന്നാൾ ആഘോഷം. ശുശ്രൂഷകൾക്ക് ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡും നിറപുഞ്ചിരി ചികിത്സാ സഹായ വിതരണവും നടക്കും. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ VM ശാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈസ്ഥാനി PV ഷാജു, ഭാരവാഹികളായ ജിയോ M ജോർജ്, ജെഹിൻ P ജേക്കബ് എന്നിവർ നേതൃത്വം നൽകും. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവക ദൈവാലയത്തിൽ ചെറിയ തിരുനാളിന് കൊടിയേറി. സെപ്റ്റംബർ 8 ചിറളയം സെന്റ് മേരീസ് കപ്പേളയിൽ ആഘോഷിക്കുന്ന പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാളിനാണ് കൊടിയേറിയത്. തിരുക്കർമ്മങ്ങൾക്ക് കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ആശ്രമം സുപ്പീരിയർ ഫാദർ വിജു കോലങ്കണ്ണി, ഇടവക വികാരി ഫാദർ ഡേസൺ മുണ്ടോപ്പുറം എന്നിവർ നേതൃത്വം നൽകി. 7 തീയതി ശനിയാഴ്ച വരെ ഇടവക ദൈവാലയത്തിൽ തിരുനാളിനൊരുക്കമായി വിശുദ്ധ കുർബാനയും നേർച്ച വിതരണവും വൈകിട്ട് 6:30 സെന്റ് മേരീസ് കപ്പേളയിൽ ലതീഞ്ഞും നൊവേനയും നേർച്ച വിതരണവും ഉണ്ടാകും. തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 തീയതി രാവിലെ 9 ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് കപ്പേളയിലേക്ക് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ പരിശുദ്ധ മാതാവിന്റെ ഛായാചിത്ര എഴുന്നള്ളിപ്പുമുണ്ടായിരിക്കും. തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മാതൃവേദി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് കുത്തൂർ നേതൃത്വം നൽകും. വൈകിട്ട് 6:30 സെന്റ് മേരീസ് കപ്പേളയിൽ ആരാധനയോടെ തിരുനാൾ വേസ്പരയും പ്രസിദ്ധേന്തി വാഴ്ചയും ആഘോഷമായ ഛായാചിത്ര പ്രയാണവും വർണ്ണമഴയും നേർച്ചകൂട്ട് കിറ്റ് വിതരണവും ഉണ്ടായിരിക്കും. ചെറിയ തിരുനാൾ ആഘോഷങ്ങളുടെ വിജയത്തിനായി ചെയർമാൻ ഫാദർ ഡേസൺ മുണ്ടോപ്പുറം, വൈസ് ചെയർമാൻമാരായി സിസ്റ്റർ സുപ്പീരിയർ സിസ്റ്റർ ആൻജോസ്, കൈക്കാരന്മാരായ ML മാണി, ജോപോൾ V ആലപ്പാട്ട്, പോയിസ് JB, ജനറൽ കൺവീനർ ഫ്ലോറൻസ് ലോയിഡ്, ജോയിന്റ് ജനറൽ കൺവീനർ KG ബാബു, സബ് കമ്മിറ്റി കൺവീനർമാരായ ലിയോൺ ജോർജ്, ജാൻസി ആൻഡോ, PR സജി, VJ സുനിൽ, CM സാംസൺ എന്നിവരടങ്ങുന്ന വിപുലമായ കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ഇടവകയുടെ പെരുന്നാളിന് കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി കൊടിയേറ്റി. ശനി, ഞായർ ദിവസങ്ങളിലായാണ് പെരുന്നാൾ. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച വൈകിട്ട് 7 സന്ധ്യാ നമസ്കാരം, ധൂപപ്രാർത്ഥന, പ്രദക്ഷിണം, ലഘുഭക്ഷണം എന്നിവയുണ്ടാകും. രാത്രി ദേശക്കാരുടെ വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളും ഉണ്ടായിരിക്കും. ഞായറാഴ്ച രാവിലെ 8 3 കുർബാന, വൈകിട്ട് പ്രദക്ഷിണം, പൊതുസദ്യ എന്നിവയും ഉണ്ടാകും. പെരുന്നാളിന് വികാരി ഫാദർ വർഗീസ് വാഴപ്പള്ളി, സെക്രട്ടറി PK സക്കറിയ, ട്രഷറർ PU സത്യൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകും. ചൊവ്വന്നൂർ സെന്റ് തോമസ് പള്ളിയിൽ ഔഷധ സസ്യങ്ങളുടെ പരിപാലനത്തിന്റെ ഉദ്ഘാടനം നടന്നു. ചൊവ്വന്നൂർ സെന്റ് തോമസ് ഇടവകയിലെ വിശ്വാസ പരിശീലനത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന ഔഷധ സസ്യ ബോർഡും തൃശൂർ അതിരൂപത സാന്ത്വനവുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇടവകയിലെ 330 കുടുംബങ്ങൾ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കും. തൃശൂർ അതിരൂപത സാന്ത്വനം അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജോസ് വട്ടക്കുഴി ഉദ്ഘാടനം ചെയ്തു. പള്ളി വികാരി ഫാദർ തോമസ് ചുണ്ടൽ അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ TI റപ്പായി, MT ഡില്ലൻ, CL ടാബു, PTA പ്രസിഡന്റ് ജോഫി മണ്ടുബാൽ തുടങ്ങിയവർ സംസാരിച്ചു. മരങ്ങൾ വെച്ച് പ്രകൃതിയെ സ്നേഹിക്കണം, അതുപോലെ പ്രകൃതിക്ക് അനുയോജ്യമായ പ്രവർത്തന ശൈലി നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തണം, കാർബൺ എമിഷൻ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കാറുണ്ട്. നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിക്കാറുണ്ട്, മാധ്യമങ്ങളിൽ നമ്മൾ അറിയാറുണ്ട്, നമ്മുടെ മാർപ്പാപ്പയും നമ്മുടെ ഭരണാധികാരികളും ഒക്കെ നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനമാണ് ഇവിടെ മരം തരിക എന്നുള്ളത്. തകർന്നു കിടന്നിരുന്ന കടവല്ലൂർ പഞ്ചായത്തിലെ ഒറ്റപ്പിലാവ് മിച്ചഭൂമി റോഡ് നാട്ടുകാർ ചേർന്ന് സഞ്ചാരയോഗ്യമാക്കി. ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റോഡ് പൊളിച്ചതോടെയാണ് നാട്ടുകാരുടെ ദുരിതം തുടങ്ങിയത്. പദ്ധതിയുടെ പൈപ്പിടൽ മാസങ്ങൾക്ക് മുമ്പ് പൂർത്തിയായെങ്കിലും പുനർനിർമ്മാണം നടത്തിയിരുന്നില്ല. മഴ തുടരുന്നതിനാൽ ഒക്ടോബർ മാസത്തിലെ റോഡ് പണി നടത്താൻ സാധിക്കുകയുള്ളൂ എന്നതിനാൽ പൂർണ്ണമായി തകർന്ന 100 മീറ്റർ റോഡ് മെമ്പർ ഫസലുർ റഹ്മാന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് സഞ്ചാരയോഗ്യമാക്കിയത്. നാട്ടുകാരായ സതീഷ്, സുധീഷ്, രാജൻ, ഹൈദരാലി, തങ്കച്ചൻ, സുരേന്ദ്രൻ, ശ്രീരാഗ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളും ചേർന്ന് കോറി വേസ്റ്റ് ഉപയോഗിച്ച് താൽക്കാലികമായി പുനർനിർമ്മിച്ചു. ഈ മിച്ചൂമി റോഡ് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് 100 മീറ്റർ എടുക്കുന്നത്. ഇവിടെ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു വയ്യാത്ത ആളുകളും
കുട്ടികൾ ഉൾപ്പെടെയുള്ള സ്കൂളിലേക്കൊന്നും കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, വണ്ടി വരാത്ത അവസ്ഥ ഉള്ളത്. അവർക്ക് ഒരു 100 മീറ്ററോളം 150 മീറ്ററോളം നടന്ന് കുട്ടികളെ രാവിലെ കൊണ്ടാക്കി മെയിൻ റോഡ് വണ്ടി വന്നിട്ടാണ് ഇപ്പോൾ അവർ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കോറി വേസ്റ്റ് ഇറക്കുകയും ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ മറ്റു ആളുകളുടെയൊക്കെ തന്നെ ഈ പ്രദേശത്തെ പാർട്ടിക്കാരുടെ CPM-ന്റെ ആളുകളുടെ ഒക്കെ സഹായത്തോടു കൂടി തന്നെ നമ്മൾ ഈ റോഡ് വളരെ ഭംഗിയായിട്ട് ഈ ഒരു 100 മീറ്റർ ഈ കോറി വേസ്റ്റ് ഇട്ടിട്ട് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. റീബിൽഡ് വയനാടിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ഭവന നിർമ്മാണ പദ്ധതിയിലേക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി. DCC സെക്രട്ടറി ശിവരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷനായി. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ K ജയശങ്കർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവുട്ടി ചിറമനേങ്ങാട്, MS ബഷീർ, ദീപ രാമചന്ദ്രൻ, സലാം വലിയകത്ത്, AK റസാഖ്, പഞ്ചായത്ത് മെമ്പർമാരായ സൈബുനീസ ഷർഫു, രജിത ഷാജി എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേതൃത്വം നൽകി. പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂരിലെ 3 വനിതകളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ ഓണത്തിന് നാട്ടിൽ തന്നെ പൂക്കൾ കൃഷി ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ PC കുഞ്ഞൻ, രേഖ ജയറാം, നിമിഷ വിഗീഷ്, കർഷക സംഘം ഭാരവാഹികളായ VK ജയൻ, MT പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. കാരാമിൽ സുമിഷ ഉണ്ണികൃഷ്ണൻ, മേക്കാട്ടുകുളം അനു ജോജി, മിൽജ ജോബി എന്നിവർ ചേർന്നാണ് പൂക്കൃഷി ചെയ്തത്. ചെണ്ടുമല്ലി, വാടാർമല്ലി, ജമന്തി എന്നിവയാണ് കൃഷി ചെയ്തത്. മികച്ച പരിചരണം ചെയ്തതോടെ ചെടികളിലെല്ലാം പൂക്കൾ പൂത്തുലഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരു ദുരന്തത്തിന് നടുക്കത്തിലാണ്, മാറിയിട്ടില്ല, നമ്മുടെ നടുക്കം മാറിയിട്ടില്ല വയനാട് ദുരന്തത്തിൽ. സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി ഓണാഘോഷങ്ങൾ സർക്കാർ തലത്തിൽ നിർത്തിവെച്ചിരിക്കുന്നു. എങ്കിലും ഓണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു ഉത്സവമാണ്, മലയാളി ഉത്സവമാണ്, ജാതിമത ഭേദമന്യുള്ള ഉത്സവമാണ്. എന്നാലും വളരെ മികച്ച രീതിയിൽ കൃഷി ഇറക്കിയ, നല്ല മികച്ചൊരു വിളവും ഉണ്ടാകുന്ന രീതിയിൽ കൃഷി ഇറക്കിയ സുമിഷയെയും അതിന് സഹായം ചെയ്ത എല്ലാ ഘടകങ്ങളെയും എല്ലാ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏറെ സന്തോഷത്തോടും ആവേശത്തോടും അഭിമാനത്തോടും കൂടി ഈ പരിപാടി നമ്മളെല്ലാവരും കൂടി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കും. എരുമപ്പെട്ടി പഞ്ചായത്ത് 5-ാം വാർഡിൽ കുടുംബശ്രീ JLG മിത്ര കൂട്ടായ്മ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. നെല്ലുവായ് മുണ്ടങ്കോട് പ്രദേശത്ത് 1/2 ഏക്കറിലാണ് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ളത്. വാർഡ് മെമ്പർ NP അജയൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ Dr. VC ബിനോജ്, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, മെമ്പർമാരായ സ്വപ്ന പ്രദീപ്, സുധീഷ് പറമ്പിൽ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രജനി, JLG അംഗം പ്രസീത ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരെ സഹായിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 1-ാം ഘട്ടമായി യൂണിറ്റ് മെമ്പർമാരിൽ നിന്നും സമാഹരിച്ച 1,93,860 രൂപയുടെ സമ്മതപത്രവും ചലാൻ രേഖകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി കുന്നംകുളം സബ് ട്രഷറി ഓഫീസർക്ക് കൈമാറി. പ്രവർത്തനങ്ങൾക്ക് അബി VR, T രാജഗോപാൽ, പ്രേമരാജൻ TA, സുബ്രഹ്മണ്യൻ KC, ജെയിംസ് CC, ഫ്രാൻസിസ് KO, കൊച്ചു ത്രേസ്യ CK, ലൂസി CD, ത്രേസ്യ PP, ശൈലജ KK എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം യുവധാര കലാകായിക വേദിയും കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ ഇരിങ്ങപ്പുറം GLP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ 90 പേർ പങ്കെടുത്തു. 49 പേർ രക്തദാനം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ വൈഷ്ണവ് പ്രദീപ്, ദീപ ബാബു, സംഘാടക സമിതി ചെയർമാൻ AS മനോജ്, കൺവീനർ KS അനൂപ്, KV വിവിധ്, വിജയൻ മനയിൽ, VP വിൻസെന്റ്, MT സച്ചിൻ, AS ശരത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിന് സഹായഹസ്തവുമായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MG വിവേക് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാം പാത്രമംഗലം, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, മണി തയ്യൂർ,
തയ്യൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അക്ബർ പഴവൂർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അൻസാർ തയ്യൂർ, ഫ്രൻഡോ ഫ്രാൻസിസ്, ജിൽസൺ, സുധി, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പി രാമചന്ദ്രൻ, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഫബിത ജയൻ, KSU നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിളവെടുപ്പിനൊരുങ്ങി വാഗ ശ്രീ കാർത്തിയനി ക്ഷേത്രത്തിലെ ചെണ്ടുമല്ലി കൃഷി ഓണത്തിന് ഒരു മുറം പൂ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സബ്സിഡി നിരക്കിൽ ലഭിച്ച ചെണ്ടുമല്ലിയാണ് കൃഷി ചെയ്തത്. എല്ലാ വർഷവും ക്ഷേത്ര യുവജന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കളത്തിനായി പൂ വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നതാണ് പതിവ്. ക്ഷേത്രത്തിൽ കൃഷി ചെയ്ത പൂക്കൾ ഇത്തവണ പൂക്കളത്തിന്റെ മാറ്റുകൂട്ടും എന്നതിന്റെ സന്തോഷത്തിലാണ് ക്ഷേത്രം ഭാരവാഹികൾ. ചാവക്കാട് ശ്രീചിത്ര ആയുർവേദ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് മർമ്മസൂത്ര ഇന്റർ ആയുർവേദ കോളേജ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. ശ്രീചിത്ര ആയുർ യോഗ തീരത്ത് നടന്ന ചടങ്ങ് റിട്ടയർഡ് ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീചിത്ര ആയുർവേദ ചെയർമാൻ ഡോക്ടർ PV മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. മാർക്കറ്റിംഗ് വിഭാഗം വൈസ് പ്രസിഡന്റ് രവി വർമ്മ, ഡോക്ടർ അർജുൻ, ഡോക്ടർ വിജയനാഥ് എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തി PNNM ആയുർവേദ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ അർജുൻ, തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിജയനാഥ് എന്നിവർ നേതൃത്വം നൽകി. ശ്രീചിത്ര അക്കാദമി പ്രിൻസിപ്പാളും ശ്രീചിത്ര ആയുർവേദ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ പ്രതിഭ മധുസൂദനൻ നന്ദി പറഞ്ഞു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി പുന്നേർ കുമരങ്കോട് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി സ്ഥാപകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ കേളപ്പൻ ജയന്തി ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി കുമരങ്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ സാമൂഹ്യ ആരാധനയും പുഷ്പാർച്ചനയും നടത്തി. TA കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ P വത്സലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കുമരങ്കോട് ശാഖാംഗങ്ങളും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. നക്ഷത്ര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരുമനയൂർ പഞ്ചായത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വൃക്ക രോഗികൾക്കുള്ള ഡയലൈസർ കിറ്റ് വിതരണം നടന്നു. ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷിത മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷൈനി ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ KV രവീന്ദ്രൻ, KH കയ്യുമു ടീച്ചർ, നസീർ മൂപ്പിൽ, സിന്ധു അശോകൻ, പൊതുപ്രവർത്തകരായ ജോഷി ഫ്രാൻസിസ്, PM യഹിയ, നിയാസ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. നക്ഷത്ര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ഷെലിനോ എബ്രഹാം, സെക്രട്ടറി PV നിയാസ്, ട്രഷറർ ഹസീന ഷാജഹാൻ, മേരി തോമസ്, സജി വൈദ്യർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുത്തു ഒരുമനയൂർ സ്വാഗതവും VM ജാസിം നന്ദിയും പറഞ്ഞു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ജിയ അണ്ണയ്ക്ക് സ്വർണം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എരുമപ്പെട്ടി കുന്നത്തേരി സ്വദേശി ജിനേഷിന്റെയും സോണിയയുടെയും മകളാണ് ജിയ. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായിരുന്ന ജഗന്നിവാസൻ നായരുടെ 1ാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പൊർക്കളയങ്ങാട് ഇഞ്ചിക്കുന്നത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചായിരുന്നു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് നേതാക്കളായ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ, കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PI തോമസ്, കൗൺസിലർ ലബീബ് ഹസൻ, കുന്നംകുളം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് ധർമ്മരാജൻ, കാണിപ്പയൂർ ബാങ്ക് ഡയറക്ടർ മുത്തു എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുന്നയൂർ എടയൂർ മുനൂറിൽ ഇസ്ലാം മദ്രസ പാരന്റ്സ് മീറ്റ് 2024 നടത്തി. പാരന്റ്സ് മീറ്റിംഗിനോടനുബന്ധിച്ച് മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായി. നവലോകക്രമത്തിൽ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ സലീം MK ക്ലാസിന് നേതൃത്വം നൽകി. മദ്രസ സദർ അബ്ദുറഹ്മാൻ ഉസ്താദ് പ്രാർത്ഥന നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് TK ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി BK അബു, ട്രഷറർ അബൂബക്കർ K, ഉസ്മാൻ VK, ഉമ്മർ കണ്ണാണത്ത് എന്നിവർ സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി സുലൈമാൻ ഹാജി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഹുസൈൻ എടയൂർ നന്ദിയും പറഞ്ഞു. വിപണി. കുന്നംകുളത്ത് നെഹ്റു നഗർ ഫസ്റ്റ് അവന്യൂവിൽ 1-വേ റോഡിൽ ആയുർവേദിക് ക്ലിനിക് ആൻഡ് കൗൺസിലിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. യുവ വനിതാ സംരംഭകരായ ഡോക്ടർ ഹനീസ് M രാജ്, ഡോക്ടർ ഷഹാന ജലീൽ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് സുജി KS, മിഷ മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ ആയുർവേദിക് ക്ലിനിക് ആൻഡ് കൗൺസിലിംഗ് സ്ഥാപനം കുന്നംകുളത്ത് തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം MP രാജൻ, സുജാതൻ KR, അബ്ദുൾ ജലീൽ, EK മോഹൻദാസ് എന്നിവർ ചേർന്ന് നാടമുറിച്ച് നിർവഹിച്ചു.
കൗൺസിലർമാരായ ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, സ്ഥാപന ഉടമകളുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവർ പങ്കെടുത്തു. സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിക്കുന്ന എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദത്തിലൂടെ പരിഹാരം. സ്ത്രീരോഗ ചികിത്സ, ജീവിതശൈലി രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, വാതരോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ, പഞ്ചകർമ്മ ചികിത്സ, ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ, ഹിജാമ ആയുർവേദത്തിന്റെ തനതായ പാരമ്പര്യവും അത്യാധുനിക കോസ്മെറ്റോളജി ടെക്നോളജി സമന്വയിപ്പിച്ചുകൊണ്ട് ചർമ്മ കോശ രോഗങ്ങൾക്ക് പരിഹാരം. മുഖക്കുരു, കരിമംഗലം, അരിമ്പാറ, താരൻ, മുടികൊഴിച്ചിൽ, വട്ടത്തിൽ മുടികൊഴിച്ചിൽ, അകാലനര, വരണ്ട ചർമ്മം, സോറിയാസിസ് തുടങ്ങി ത്വക്ക് രോഗങ്ങൾക്കുള്ള ചികിത്സയും ലഭ്യമാണ്. ആയുർവേദ വിധിപ്രകാരമുള്ള പ്രസവാനന്തര പരിചരണം ഡോക്ടറുടെ നേതൃത്വത്തിൽ പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകൾ വീട്ടിലെത്തി നൽകുന്നു. 14, 21, 30, 40 എന്നീ ദിവസത്തെ പാക്കേജുകൾ ലഭ്യമാണ്. മാനസിക പ്രശ്നങ്ങൾക്കും കുട്ടികളിലെ വളർച്ചാ വൈകല്യങ്ങൾക്കും ശാസ്ത്രീയമായ പരിഹാരങ്ങൾ നൽകുന്നു. വെൽഫെയർ പാർട്ടിയുടെ മുഖപത്രമായ ജനപക്ഷം ദ്വൈവാരികയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് MK അസ്ലം കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് തുടക്കം കുറിച്ചു. പാർട്ടി എക്സിക്യൂട്ടീവ് അംഗം റഷീദ് മാസ്റ്റർ, കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, ട്രഷറർ PA റഷീദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കരിക്കാട് അല്ലമീൻ സ്കൂളിൽ നടന്ന SDPI കടവല്ലൂർ പഞ്ചായത്ത് പ്രതിനിധി സഭ ജില്ലാ ട്രഷറർ TM അക്ബർ ഉദ്ഘാടനം ചെയ്തു. NK ഉബൈദ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റായി റാഫി താഴത്തേതിൽ, സെക്രട്ടറി CK ഷർഫുദ്ദീൻ, ട്രഷറർ സദറുദ്ദീൻ തങ്ങൾ എന്നിവരെ തെരഞ്ഞെടുത്തു. റിട്ടേണിംഗ് ഓഫീസർ റഫീഖ് ചിറയൻകാട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. ശരണമന്ത്രങ്ങൾ ഉരുവിടുന്ന വൃശ്ചിക പുലരിക്ക് ആരംഭം കുറിക്കുന്ന മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ദേശവിളക്കിന്റെ കുറിക്കൽ ചടങ്ങ് നടന്നു. നവംബർ 20 ബുധനാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക്. മച്ചാട് തങ്കരാജും സംഘവുമാണ് വിളക്ക് യോഗക്കാർ. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇയാനിക്കാട്ടിൽ പ്രസാദിന് കുറിപ്പ് കൈമാറി. പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര സമിതി സെക്രട്ടറി രാജു മാരാത്ത് മുഖ്യാതിഥിയായി. ധാരാളം ഭക്തജനങ്ങളും പങ്കെടുത്തു. നവമാധ്യമ കാഴ്ച. വാഹന പാർക്കിങ്ങിനെ കുറിച്ച് പലപ്പോഴും തർക്കമുണ്ടാകാറുണ്ട്. സ്വന്തം വാഹനത്തിന്റെ മുന്നിലും പിന്നിലും വാഹനം കൊണ്ടുവന്നിട്ടാൽ സ്വാഭാവികമായും എങ്ങനെ എടുക്കും? എന്നാൽ ചില വിരുദ്ധന്മാർ പൂ മാറ്റിയിടുന്ന പോലെയാണ് വാഹനം കൈകാര്യം ചെയ്യുക. മർത്തങ്കോട് നിന്ന് ഡേവിസ് നൽകിയ ദൃശ്യം. വടക്കേക്കാട് വയലത്തൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തോണിക്കടവിൽ താമസിക്കുന്ന ഒൽപ്പോത്ത് വീട്ടിൽ ഉണ്ണി എന്ന് വിളിക്കുന്ന 28 വയസ്സുള്ള പ്രജീഷാണ് മരിച്ചത്. വീടിനോട് തൊട്ടടുത്ത പറമ്പിലെ മാവിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നായരങ്ങാടി കള്ളുഷാപ്പിലെ ജീവനക്കാരനായിരുന്നു പ്രജീഷ്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. പെരുന്തുരുത്തി അപ്പു മകൻ പ്രകാശൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടന്നു. ശുഭ ഭാര്യയും പ്രബീഷ്, പ്രഭിത എന്നിവർ മക്കളുമാണ്. പുന്നൂർക്കുളം മന്ദലാങ്ങുന്ന പരേതനായ തേക്കാത്ത് മുഹമ്മദ് ഹാജിയുടെ മകളും പരേതനായ അറക്കൽ AYK മുഹമ്മദിന്റെ ഭാര്യയുമായ ഫാത്തിമ എന്ന കുഞ്ഞിമ്മ ആലുവയിൽ മകളുടെ വീട്ടിൽ വെച്ച് നിര്യാതയായി. 68 വയസ്സായിരുന്നു. തറവാട് വീടായ തേക്കാത്ത് ഹുസൈന്റെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം മന്ദലാങ്ങുന്ന ജുബാ മസ്ജിദിൽ ഖബറടക്കം നടത്തി. മുഹമ്മദ് ഇക്ബാൽ, മുഹമ്മദ് നാസർ, പരേതനായ യൂസഫ്, ഐഷാബി, മുംതാസ്, റസിയ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസിദ്ധമായ പെരുമ്പടപ്പ് പുത്തൻപള്ളി ആണ്ടുനേർച്ച സമാപിച്ചു. അന്നദാനത്തിനായി 10,000 എത്തി. രാവിലെ ആരംഭിച്ച ഭക്ഷണ വിതരണം അവസാനിച്ചത് വൈകിട്ടോടെ.
ചൊവ്വന്നൂരിൽ അപകടം. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വീട്ടുമതിലിൽ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവറുടെ പരിക്ക് ഗുരുതരം. പരിക്കേറ്റവർ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ ചികിത്സയിൽ. പഴഞ്ഞി ചിറക്കലിൽ മത്സ്യവിൽപ്പനക്കാർ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് കുത്തേറ്റു. പൊന്നാനി സ്വദേശി 55 വയസ്സുള്ള ഷുക്കൂറിനാണ് കുത്തേറ്റത്. പോലീസ് അന്വേഷണം തുടങ്ങി. കടവല്ലൂരിലെ പാടശേഖരങ്ങളിൽ 2ാം വിളയായ മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 350 ഹെക്ടർ പാടത്ത് കൃഷിവകുപ്പ് സൗജന്യമായി വിതരണം ചെയ്ത ഉമാവിത്താണ് ഇത്തവണ കൃഷിയിറക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.